നെയ്യിൽ കുഞ്ഞുള്ളിയൊക്കെ വറുത്ത് താളിച്ചൊഴിച്ച കർക്കിടകക്കഞ്ഞി കഴിച്ചിട്ടുണ്ടോ? തേങ്ങാപ്പാലിലേക്ക് ഉലുവയും ചെറുപയറും പൊടിയരിയും ഒക്കെ ചേർത്ത് വേവിച്ചുണ്ടാക്കിയ ഈ കഞ്ഞി കുട്ടികൾ പോലും വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും. കർക്കിടകത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഔഷധ കഞ്ഞിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാനായി ആദ്യം തന്നെ നമ്മൾക്ക് 1/4 കപ്പ് ഉലുവ എടുക്കാം. ഇത് 4 ടേബിൾ സ്പൂൺ ആണുള്ളത്. അതേപോലെ തന്നെ 1/2 കപ്പ് ചെറുപയർ കൂടി എടുക്കണം. ഇനി ഇത് വെള്ളമൊഴിച്ച് ഒരു 8 മണിക്കൂർ നമ്മൾക്ക് കുതിരാൻ വയ്ക്കാം. നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഇതുപോലെ വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് തലേന്ന് രാത്രിയാണ് കുതിരാൻ വയ്ക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആവുമ്പോഴത്തേക്കും ഉലുവയും ചെറുപയറും ഇതുപോലെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾക്ക് ഉലുവ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഉലുവ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കഴുകി വൃത്തിയാക്കിയ ഉലുവ നമ്മൾക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഉലുവ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ കയ്പൊന്നുമില്ലാത്ത നല്ലൊരു ഔഷധക്കഞ്ഞി നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഉലുവ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കുക്കർ അടച്ച് ഒരു 4 വിസിൽ നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഉലുവ നന്നായി വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് പൊടിയരി എടുക്കുന്നുണ്ട്. ഈ പൊടിയരിക്ക് പകരം നിങ്ങൾക്ക് ഞവര അരിയോ ഉണങ്ങലരിയോ അല്ലെങ്കിൽ പച്ചരിയോ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണുള്ളത് അത് എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. കഴുകി വൃത്തിയാക്കിയ പൊടിയരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. ഉലുവ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമ്മൾ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന ചെറുപയറും അരിയും ചേർത്ത് കൊടുക്കാം. ഈ കഞ്ഞിയുടെ ഒരു അളവ് എന്ന് പറയുന്നത് 1/4 കപ്പ് ഉലുവയ്ക്ക് 1/2 കപ്പ് ചെറുപയറും 1 കപ്പ് പൊടിയരിയുമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അനുപാതമായിരിക്കണം കർക്കിടക കഞ്ഞിക്ക് വേണ്ടത്. ഇതിലേക്ക് തന്നെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന പൊടിയരി കൂടി ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരിയും ചെറുപയറും ഒക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കഞ്ഞിയായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അരിയും ചെറുപയറും ഒക്കെ നന്നായി ഒന്ന് വെന്തുടയുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നമ്മൾക്കൊരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അരിയും പയറും ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായും ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾക്ക് നന്നായി ഒന്ന് അടിച്ചു കൊണ്ടുവരാം. മിക്സി ജാറിലിട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുത്തിരിക്കുന്ന തേങ്ങ നമ്മൾക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1-ാം പാലാണ്. ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചടിക്കരുത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നമ്മൾക്ക് 1-ാം പാലായിട്ട് വേണ്ടത്. ഇതുപോലെ നമ്മൾക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞ് പാലെടുക്കാം. 1-ാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1-ാം പാൽ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീര വീണ്ടും നമ്മൾക്ക് അതേ മിക്സി ജാറിലേക്ക് ഇട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചുകൊണ്ട് വന്ന് അരിച്ചെടുത്ത് നമ്മൾക്ക് 2-ാം പാലും തയ്യാറാക്കി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ അരിയും ചെറുപയറും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല വെന്ത് കുഴഞ്ഞു വരുന്ന ഒരു പാകമാണ് നമ്മൾക്ക് കഞ്ഞിക്ക് ഏറ്റവും നല്ലത്. വീഡിയോ എടുക്കുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ചെയ്യാവുന്നതാണ്.
ഇനി ഈ അരി വെന്തതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കട്ടകളൊക്കെ നന്നായി ഉടച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലൊരു തിള വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി ഈ തേങ്ങാപ്പാലൊക്കെ ചെറുതായി ഒന്ന് വറ്റി കഞ്ഞി ഒന്ന് ചെറുതായി കുറുകി വരുന്നത് വരെ നമ്മൾക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് തേങ്ങാപ്പാലിൻ്റെ മണവും രുചിയും ഒക്കെ ഈ കഞ്ഞിയിലേക്ക് നന്നായി പിടിക്കുകയും ചെയ്യും. ഇപ്പം ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. കഞ്ഞിയൊക്കെ നന്നായി തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കഞ്ഞിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾക്ക് അടുപ്പ് ഓഫ് ചെയ്യണം. അതിനുശേഷം ഒന്നാം പാൽ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ഒന്നാം പാൽ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കർക്കിടക കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കാനൊന്നും പാടില്ല. ഇനി നമ്മൾക്ക് ഈ കഞ്ഞിയിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 4-5 കുഞ്ഞുള്ളി ചെറുതായി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഈ നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കർക്കിടക കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ കഞ്ഞി ഈ കർക്കിടകത്തിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഈ കർക്കിടക കഞ്ഞി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും.